മെൻസിൻ്റെ ഇതേപോലൊരു കുർത്തിയും കൊണ്ട് നമുക്കൊരു അടിപൊളി ടോപ്പ് വെച്ചാലോ. ഞാനിതിൻ്റെ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പീഡ് കൂടുതലായതുകൊണ്ട് കുറച്ച് ഡൗട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനിതിൻ്റെ ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫയലൊന്നും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കഴുത്തിൻ്റെ അളവാണ് എടുക്കേണ്ടത്. അപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഇതേപോലെ ഇതിൻ്റെ കഴുത്തിൻ്റെ ഹാഫ് എടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ ആവശ്യം, 3.5 ആവശ്യമെങ്കിൽ ആ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും 3.5 എടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യണത് കേട്ടോ. നമ്മൾ മടക്കി കിട്ടുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വരും. ഞാൻ ഫ്രണ്ടിൽ ഒരു വീനക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീനക്കിൻ്റെ ഇറക്കം എത്രയാണ് ആവശ്യം, 5.5 6 അത് നമ്മൾ എടുത്തതിന് ശേഷം ഇതേപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. മടക്കി കിട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മടക്കൊന്നും കറക്റ്റായാലും ശരിയാവില്ല. ഇതേപോലെ കോളറിൻ്റെ സെൻറ്റർ എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതായത് ഞാനിവിടെ കഴുത്തിൻ്റെ സംഭവം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്ക് കഴുത്ത് ഫ്രണ്ട് കഴുത്തും കൂടി ഇപ്പോൾ ഒരുമിച്ചാണ് കേട്ടോ വെട്ടണത്. അതിനുശേഷം ബാക്ക് കഴുത്ത് റൗണ്ട് ചെയ്ത് വേറെ വെട്ടുകയാണ് ചെയ്യണത്. കാരണം നമുക്കിതിങ്ങനെ കുർത്തയല്ലേ, ഷർട്ടല്ലല്ലോ, ബട്ടൺ തുറന്നിട്ടിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ അതിൻ്റെ ലെങ്ത്ത് നോക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പെപ്പലൻ ടോപ്പാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് നമുക്കൊരു 15, ഫുൾ ലെങ്ത്ത് അല്ലല്ലോ, ഹാഫ് വന്നിട്ട് ബാക്കി നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുക്കുകയല്ലേ. അപ്പോൾ ഞാനിവിടെ ഒരു 16 എടുത്തതിന് ശേഷം താഴെ ഇതേപോലെ വരച്ചു കൊടുത്തതിന് ശേഷം സൈഡിൽ നിന്ന് ഞാൻ ഇതേപോലെ ഒരു അര ഇഞ്ച് മുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേഗം തന്നെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം മറ്റുള്ള കാര്യങ്ങളൊക്കെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഇതിൻ്റെ 2 സ്ലീവ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കുക. കൂടുതലായിട്ടൊന്നും കട്ട് ചെയ്യരുത്, റിഗാൾ വലുതായി പോവും. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് മൈന്യൂട്ടായിട്ടുള്ള സ്ഥലത്തുനിന്ന് മാത്രം കട്ട് ചെയ്തെടുക്കുക. കുറച്ച് കൂടുതൽ ക്ലോത്ത് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യരുത്, റിഗാൾ കൂടിപ്പോവും. ഈ കുർത്ത മീഡിയം സൈസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഷോൾഡർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഷോൾഡർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വേണമെങ്കിൽ ചെറുതായിട്ട് വെട്ടിക്കളയാം. പക്ഷേ ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഷോൾഡർ കൂടുതലായാലും അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വലിയ വിട്ടുള്ളതാണെങ്കിൽ മാത്രം ഒന്ന് വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ അതായത് നമ്മൾ ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും സെയിം ആയിട്ട് തന്നെ ഇവിടെ ചെയ്യണത്. ഞാൻ പറഞ്ഞില്ലേ കുർത്തിയാണ്, അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് വെട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഉള്ളിലൊക്കെ കയറ്റിയിട്ട് നമുക്ക് വെട്ടാട്ടോ. പക്ഷേ ഞാനിവിടെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ കഴുത്ത് വെട്ടിയതിന് ശേഷം ഞാൻ ബാക്ക് കഴുത്ത് ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം ഞാനൊന്ന് ചെറുതായിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, ഈ കുർത്തയുടെ സൈഡിൽ ഇതേപോലത്തെ ഷോൾഡറല്ല വരുന്നത്, വേറൊരു പീസ് വെച്ചിട്ടായിരിക്കുമല്ലോ അവർ തയ്ക്കണത്. അപ്പോൾ ഞാനിതുകൊണ്ട് കറക്റ്റ് ആ ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ കഴുത്ത് റൗണ്ട് ചെയ്ത് വെട്ടുന്നത്, ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി ഞാനിതിൻ്റെ ആം ഹോളും ഷോൾഡർ ലെങ്ത്തൊക്കെ ഒന്ന് അളന്ന് നോക്കുകയാണ്. കൂടുതലുണ്ടെങ്കിൽ വെട്ടിക്കളയണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾക്ക് ടോപ്പ് ആയതുകൊണ്ട് തന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സ്ലീവ് ഇതേപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അവിടെ ഇതേപോലെ ഒരു സ്റ്റിച്ചിങ് ഉണ്ടാവുമല്ലോ, അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഈ സൈഡിലും ഇതേപോലെ ഒരു ബട്ടൻ്റെ ഒരു സംഭവം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. കട്ട് ചെയ്ത് സ്ലീവിന് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുർത്തിയുടെ താഴ്ഭാഗമാണ്. അപ്പോൾ എനിക്ക് പെപ്പലം ടോപ്പിന് എത്രയാണോ ബാലൻസ് ഉള്ള ഇറക്കം വേണ്ടത് അത് കറക്റ്റായിട്ട് ഞാൻ അളന്നെടുക്കുകയാണ്. ഞാനിവിടെ 6 എടുക്കണത്. കാരണം എനിക്കിത് 2 ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഫുള്ള് കൂടുതൽ ലെങ്ത്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആകെ ഒരു ഇത് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് 4 ഇതേപോലത്തെ പീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 6 കറക്റ്റായിട്ട് എടുക്കണം. അപ്പോൾ അതേ ബാലൻസ് ഇത്രയും പീസുള്ളൂ കേട്ടോ. അപ്പോൾ അത് എടുത്തതിന് ശേഷം 2 സൈഡിൽ നിന്നും ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് 4 വലിയ പീസാക്കി ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്കിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഞാനിവിടെ നെക്ക് ചെയ്യണത്. അപ്പോൾ ഇത് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിത് ബാലൻസ് ഇത്രയും പീസാണ് കിട്ടിയിട്ടുള്ളൂ. ഞാനപ്പോൾ ഇതിൽ നിന്നും ഇതിൻ്റെ നെക്കിന് വെക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് കിട്ടിയിട്ട് ഞാനത് പ്രതീക്ഷിച്ചില്ല കിട്ടുമെന്ന്. പക്ഷേ ഞാൻ കട്ട് ചെയ്തെടുത്ത് എല്ലാം കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അതിനുള്ള ആവശ്യമായിട്ടുള്ള ലെങ്ത്ത് കിട്ടിയെന്നുള്ളതാണ് സത്യം. ആ പീസുകളെല്ലാം കൂടി ഞാൻ ഇതേപോലെ ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ കഴുത്ത് എങ്ങനെയാണോ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ അടിച്ചു മറിക്കണത് അതേപോലെ ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബട്ടൺ ഞാൻ ഇതേപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കഴിയുമ്പോൾ നമുക്ക് വെച്ച് പിടിപ്പിച്ചാൽ മതി. ഇത് ഇത്ര ഉള്ളൊരു കുഞ്ഞു പീസാണ് എനിക്ക് ബാലൻസ് വന്നത്. അത്രയും കറക്റ്റായിരുന്നു ക്ലോത്ത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ സ്ലീവ് ഞാനിവിടെ ചെറിയൊരു ഷോർട്ട് പഫ് സ്ലീവാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാലൻസ് പീസ് ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ സ്ലീവ് റെഡിയാക്കണത്. അതേ നോക്കിയിരുന്നു എങ്ങനെയാണെന്ന്. നമുക്കിതേ ബാലൻസ് പീസ് താഴെയും കൂടി വെച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു നല്ലൊരു പഫ് സ്ലീവ് ആക്കി എടുക്കാൻ പറ്റും. നമ്മളിത് മുറിച്ച പീസ് ഇതേപോലെ തന്നെ ഈ സ്ലീവിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെച്ചിട്ട്
താഴേക്ക് നമുക്ക് കണ്ടില്ലേ, താഴേക്ക് നമുക്ക് അതിൻ്റെ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് ഇതൊന്ന് വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് വലിയൊരു സ്ലീവ് കിട്ടും. ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ, അത് നമുക്ക് അങ്ങനെ കാണാനുള്ള സാധ്യത ഒന്നും. ഇത് വലിയൊരു പഫ് ചെയ്യാനുള്ള വലിയൊരു സ്ലീവ് നമുക്ക് ഇവിടെ കിട്ടും. 2 പീസും ഇതേപോലെ തന്നെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഞാൻ ദേ ഇവിടെ നല്ല ലോങ് സ്ലീവ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി താഴേന്ന് 8 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ബാലൻസ് ഉള്ള പീസ് നമുക്ക് ഫ്രില്ലാക്കി കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് അറ്റാച്ച് ചെയ്യാം. പഫ് സ്ലീവ് ചെയ്യാനായിട്ട് വളരെ സുഖമാണ്, കണ്ടില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ താഴെയൊക്കെ നമ്മൾക്ക് ക്ലോസ്ഡ് ആണ്. അപ്പോൾ താഴെ തുടങ്ങിയാണ് നമ്മൾ വെച്ച് പിടിപ്പിക്കണം. മുകളിൽ സാധാരണ നമ്മൾ ചെയ്യണത് എങ്ങനെയാണ്, മറ്റേ ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് അത് കറക്റ്റ് ചെയ്യല്ലേ ചെയ്യണത്, മോൾ ഭാഗമല്ലേ നമ്മൾ കറക്റ്റ് ചെയ്യണത്. ഇത് അതല്ല, ഞാൻ താഴെ നിന്നാണ് ഞാൻ വെച്ച് പിടിപ്പിക്കുന്നത്. ഇത് ക്ലോസ്ഡ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. മോൾ ഭാഗത്ത് നമുക്ക് എന്തോരം കൂടുതൽ ക്ലോത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫില്ലാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ച് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ താഴെ നിന്ന് ഞാൻ ഇത് റെഡിയാക്കി എടുക്കേണ്ട. അപ്പോൾ ഞാനിതൊരു മുട്ട് സൂചിയൊക്കെ വെച്ചിട്ടൊന്ന് പിൻ ചെയ്തിട്ടാണ് എടുക്കുന്നത്, അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. സ്ലീവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ ഒരു ലൂപ്പ് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിട്ട് എനിക്കൊരു 12 ഇഞ്ചാണ് എൻ്റെ കൈയുടെ. അപ്പോൾ ഞാൻ 1 ഇഞ്ച് കുറച്ചിട്ട് ഒരു 11 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ഞാനിവിടെ കട്ട് ചെയ്തെടുത്താക്കിയാണ്. നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വിട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ടൊക്കെ വേണം കേട്ടോ ലൂപ്പ് റെഡിയാക്കാനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറി പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കിയതിന് ശേഷമാണ് ആ ലൂപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഭാഗം വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ ഇതേപോലെ ഒരു മുട്ടുസൂചി കൊത്തി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇത് ഫുൾ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോഴേക്കും ഇത് വിട്ടു പോകില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ 2 ഇലാസ്റ്റിക്കും കൂടി കൂട്ടി വെച്ചതിന് ശേഷം ഞാനിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയ ഇലാസ്റ്റിക്കാണെങ്കിൽ നമുക്ക് കെട്ടിട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി താഴ്ഭാഗത്തേക്കുള്ളത് 4 പീസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതൊന്ന് ലോക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്, വലിയൊരു പീസാക്കി മാറ്റാൻ പോവുകയാണ്. എന്നിട്ട് വേണം നമുക്കത് ഫ്രില്ലാക്കിയിട്ട് താഴെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ലോക്കൊക്കെ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഫ്രില്ലാക്കി കൊടുക്കാം. ഫ്രില്ലാക്കിയതിന് ശേഷമാണ് ഞാനത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫ്രില്ല് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4 പീസാണല്ലോ. അപ്പോൾ ഞാൻ സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ അതിൻ്റെ കട്ടിങ് വന്ന ആ ഒരു ഭാഗം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ച്, അപ്പോൾ 4 ഭാഗമായിട്ട് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ അതേപോലെ വെച്ചാൽ നിങ്ങളുടെ യുക്തി പോലെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് ഇതേപോലെ ഞാൻ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തൊരു ഇലാസ്റ്റിക് കൊടുക്കണം. നമ്മൾ ഫിറ്റിങ്സിന് വേണ്ടിയിട്ട് ഇലാസ്റ്റിക് റെഡിയാക്കി കൊടുക്കാം. എത്രയാണോ വേസ്റ്റിൻ്റെ വിട്ട് അത് നോക്കിയതിന് ശേഷം അതിനകത്തുനിന്ന് ഒരു 1-2 ഇഞ്ച് കുറച്ച് കൊടുക്കാം. 1 ഇഞ്ചോ 2 ഇഞ്ചോ കുറച്ച് കൊടുക്കാം. നല്ല ഫിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു പെപ്പലം ടോപ്പ്, ഒരു ലൂസ് ടൈപ്പ് ഒരു ടോപ്പല്ലേ, ഭയങ്കര ഫിറ്റിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇവിടെയാണ് അതിൻ്റെ സ്റ്റിച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. നമുക്ക് ഫ്രണ്ടിൽ കാണുന്നതാണ്, വൃത്തിയായിട്ട് ഉണ്ടാവരുത്. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് അവിടെ ഒരു പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു മുട്ടു സൂചി വെച്ച് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം അപ്പുറത്തെ സൈഡിൽ കൂടി അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടി ഇലാസ്റ്റിക് എടുത്തതിന് ശേഷം ആ സൈഡ് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്കിങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് അടിച്ചടിച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇലാസ്റ്റിക് 2 ഭാഗമാക്കി മാറ്റിയതിന് ശേഷം ബാക്കിലും ഫ്രണ്ടിലും സെപ്പറേറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിത് ഫുൾ ലെങ്ത്ത് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഫുൾ ലെങ്ത്ത് ഒരുമിച്ച് എടുത്തതിന് ശേഷം അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതേ കണ്ടില്ലേ, ഫുള്ള് ലെങ്ത്ത് ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം എത്രയാണോ ഫിറ്റിങ്സ് ആവശ്യം അതിനനുസരിച്ച് നമുക്കിങ്ങനെ വലിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. മുട്ട് സൂചി കുത്തിയാക്കണ കാരണം പിന്നെ നമുക്ക് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിങ്ങനെ പൊളഞ്ഞു പോകരുത്, നേരെ തന്നെ പിടിച്ച് നല്ല കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതേപോലെ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നല്ല വൃത്തിയിലിരിക്കും, അല്ലെങ്കിൽ അവിടെ ആകെ മോശമായി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം നല്ല രീതിയിൽ. ഫ്രില്ലിൻ്റെ താഴ്ഭാഗം ഞാൻ ഇതേപോലെ ഉരുട്ടി അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പ് ഇതെവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ടുപോകണതിന് പ്രോബ്ലം ഒന്നും ഇല്ല. നല്ല കളറുമാണ്, നല്ല ഭംഗിയും ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ലൊരു അടിപൊളി ടോപ്പാണ്. അപ്പോൾ ഇതേപോലെ കുർത്തിയൊക്കെ വീട്ടിൽ ചേട്ടൻ്റെയോ അനിയൻ്റെ അച്ഛൻ്റെയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ എടുത്തു വെച്ചിട്ട് ഇപ്പം തന്നെ അങ്ങോട്ട് തയ്ച്ചു തുടങ്ങിക്കോ. അല്ല അടിപൊളി ഒരു പെപ്പലൻ ടോപ്പ് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിന് മുന്നേ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഷർട്ടിൽ നിന്ന് എങ്ങനെയാണ് ക്രോപ്പ് ടോപ്പ് റെഡിയാക്കണേന്ന്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലൊരു പോക്കറ്റ് വരുന്നുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് മറച്ചു വയ്ക്കാം. അല്ലെങ്കിൽ അവിടെ എല്ലാം എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തി വെക്കുക, എന്നാലും ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതേപോലെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ.